മ്യൂസിയത്തിൽ ഗൈസ് കാണുമ്പോ ഉറക്കം ഗൈസ്. ഇന്ന് അതെ എന്റെ കുറെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ഗൈസ്. അടച്ചിട്ടുണ്ട്. കിച്ചിച്ചാണ്ടാണ് മെയിൻ ഫ്രണ്ട്സ് ഇവിടെ ഉള്ളത്. എന്റെ മാത്രമല്ല ഗൈസ്, എന്റെ കെട്ടിയവനാണ് ഇന്ന് ഋതുവിനെ നോക്കാനുള്ള ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത്. അവൻ ഗൈസ് തോളിലിട്ടോണ്ട് വരുന്നു ഗൈസ്. അതിന്റെ കുഞ്ഞുമണിയെ കിച്ചുച്ചാന്റെ സ്ഥലത്തെത്തി ഗൈസ്. ഇവിടെയാണ് കിച്ചുച്ചാന്റെ വാസം. ഇതാണ് ഗൈസ്, ഇവിടെയാണ് കിച്ചുച്ചാന്റെ ഫ്രണ്ട് ഉള്ളത്. കണ്ടോ, ഇതാണ് കിച്ചുച്ചാന്റെ ആദ്യത്തെ ഫ്രണ്ടാണ്. രണ്ടിനൊന്നും അറിഞ്ഞ ഗൈസ്, ചുമ്മാ പോവാണ്. കിച്ചുച്ചാട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി. ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ് ഗൈസ്. അതുകൊണ്ട് നിൽക്കുന്നത് നോയിക്കൊണ്ടിരിക്കുന്ന വാളും. നമ്മളെ ഫ്രണ്ട് ഇവിടെ നിറയുണ്ട് ഗൈസ്. നമ്മളെ ഫ്രണ്ടിനെ കാണാൻ ഇവിടെ വന്നത്. ഫസ്റ്റ് മൃഗം അവിടെ ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ടാണ് ഗൈസ്, പീകോക്ക്. സൂപ്പറല്ലേ, സൂപ്പറല്ലേ ഗൈസ്. വീഡിയോഗ്രാഫർ മാളു ഗൈസ്. നടക്കാന്നാണ് പറഞ്ഞത്. അവിടെ നടക്കുക. ഇത് രണ്ടെണ്ണത്തിന്റെ സ്വഭാവമാണ്. അതിന് കാട്ടുപോത്ത് കണ്ട സെയിം സ്വഭാവമാണ് ഗൈസ്. ഗൈസ് നമ്മുടെ സിംഹവാല കുരങ്ങനാണ് അവിടെ പോയിക്കൊണ്ട്. ആഫ്രിക്കയിലെ ഇനി നമുക്ക് അടുത്ത് പോകാം. അവർക്ക് മതിയാവുന്നില്ല. ഞാൻ പറഞ്ഞ ഒരേ സ്വഭാവക്കാരുള്ളവരെ കണ്ട ഇങ്ങനെ തന്നെ വിടൂല. അവിടെ തന്നെ നോക്കിക്കൊണ്ട് വരും. രണ്ടാവും തുറന്നുകൊണ്ട് സൂം ചെയ്തിട്ടുണ്ട്. അടുത്തതിൽ നമ്മൾ സൂം ചെയ്തു. അതേ നിൽക്കൂല, ഓടിക്കളിക്കും. അടുത്ത് മാളമ്മ ഗൈസ്. മാളമ്മ ഓടണ് ഗൈസ്. എവിടേക്കാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. പാവം അതിന്റെ പിറകെ എത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പാവം ഗൈസ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്ന് എവിടെ എത്തുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ മ്യൂസിയത്തിന്റെ ഇതിന്റെ അകത്ത് കയറിയിട്ടില്ല. പുറത്ത് വന്നിട്ട് എപ്പോഴും ഇവിടെ അടപ്പാണ് ഗൈസ്. ഞാൻ വരുമ്പോഴെല്ലാം അടച്ചിട്ടിരിക്കും. നൈറ്റ് ആണല്ലോ വരുന്നത്. ഇവിടെ 5 മണി വരെ ഉണ്ട് ഗൈസ്. എന്റെ സെയിം മുഖം ഗൈസ്. ഇത് എന്റെ മുഖമാണോ അതോ കിച്ചിച്ചാന്റെ മുഖമാണോ? കണ്ട സെയിം മുഖം കണ്ട. എന്റെ പൊന്നു ചിരിച്ചുകൊണ്ടിരിക്കണം. കിച്ചിച്ചാണ്ട് ഇത്ര ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അറിയാം. ദൂരേക്ക് കുതിക്കും ഒരാള് അവിടെ. ഹായ് ഹായ് പറ. ഹായ് കൊടു ഋതു. ഹായ് കൊടു. ഹായ് കൊടു. അതിനെല്ലാം മനസ്സിലായി. ഋതു കാട്ടുകോഴിയാണ് ഗൈസ് അടുത്ത് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ഇത് കാട്ടുകോഴി തന്നെ ഇതിന്റെ പേര്? അല്ല, ആണല്ലോ. ആണോ? ആ കാട്ടുകോഴി ഗൈസ്. കറക്റ്റായിട്ട് മാള് കണ്ടെത്തി. ഇത്ര സ്നേഹമൊന്നും അറിഞ്ഞില്ല. അടുത്ത് വരുന്നു ഗൈസ്. അത് കാട്ടുകോഴി വരെ ഉണ്ട്. വെള്ളം കുടിക്കുന്നു ഗൈസ്. കാട്ടുകോഴിയായിട്ട് ഇത്രയും എനർജിയോ? കാട്ടുകോഴി കണ്ട. കാട്ടുകോഴിയാണ് ഗൈസ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട. വളർത്തു കോഴിയുടെ പൂർവികരമായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്നു. തൂക്കം 0.5 ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറിയ കുറേ നടക്കമുണ്ട് ഗൈസ്. അതാണ് പാട്. നടന്ന് പോകണം. ഗൈസ് നിങ്ങൾ സമ്മതിക്കൂല ഗൈസ്. എൻ്റെ കെട്ടിയൻ്റെ കൈ പിടിച്ചോണ്ട് കിടക്കുക. ഇതാണ് കൊച്ചുങ്ങളുണ്ടായുള്ള കുഴപ്പം. റൊമാൻസ് കാണിക്കാൻ പറ്റത്തില്ല ഒട്ട്. ഗൈസ് മൂന്നെയാണ് ഗൈസ്.
ചേച്ചി പേര് പറഞ്ഞു തരും. എന്ത് ചേച്ചി അതിന്റെ പേര്? എന്ത് മാക്കോയാ? മാക്രിയ? കേട്ടില്ല പേര്. മാക്രിയ. ചേച്ചിയുടെ ഇതിന്റെ പേരാണ് മാക്രി. മാക്രി ഗോപാലൻ. പുതിയ നെയിം ഇട്ട് ഗൈസ്. ഇതിന്റെ പേര് മാക്രി ഗോപാലൻ കേട്ടോ. അടുത്ത് വന്നു ഗൈസ്. ഗൈസ് സോറി ഗൈസ്, ചേച്ചി നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. മാക്കു എന്നാണ് എൻ്റെ പേര്. നമ്മൾ മാക്രി ഗോപാലനായി. ചേച്ചിക്ക് അറിയാം. അപ്പോൾ അണ്ണാനും അതും കൂടെ രണ്ടും കൂടെ ഒന്ന് ഷെയർ ഇട്ട് കണ്ടോ. സ്നേഹം കണ്ടോ, സ്നേഹം. മനുഷ്യന് കൂടി ഇത്ര സ്നേഹമില്ല. നമ്മളെ മുതലക്കൊട്ട വിശ്രമിക്കുകയാണ്. എൻ്റെ കൊച്ചിനെ ഇഷ്ടപ്പെട്ട് ഗൈസ് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ പുറത്തിരുന്ന് കളിക്കാം അല്ലേ? മുതല ഉറങ്ങുകയാണ്. ഒന്ന് തൊട്ട് നോക്കിയാണ് അമ്മ. പോയി ഉറങ്ങണമില്ലേ എന്തിച്ചൊന്ന് നോക്കട്ടെ. ഉറങ്ങുകയാണെന്ന് മുതല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അമ്മയെ കൊണ്ടുപോവാം. ഞാൻ പോട്ടോ. പോ. ധൈര്യം ഉണ്ടെങ്കിൽ പോണം. പറഞ്ഞിട്ട് കാര്യമില്ല. ധൈര്യം ഉണ്ടോ? പോ. ഇതിൻ്റെ അകത്ത് എന്താണ് ഗൈസ്? ഇതുകൊണ്ട് അതെന്തൊരു സംഭവം പോണോക്കളെ. കട്ടല സിലോപ്പി ഗൈസ്. ഈ മീനൊക്കെ കഴിക്കും കേട്ടോ. ചൂണ്ട കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് പിടിച്ചോണ്ട് പോയാലും. ഇത് ഇലകളാണ് ഗൈസ് തിന്നോണ്ട് പോകുന്നത്. പാവം. എല്ലാത്തിന്റെ വായില് ഇല തിന്നണ മീനാണ്. പാമ്പുണ്ടോ? ഇപ്പഴാ റൊമാൻറ്റിക് ആണ്. ഇത് വന്ന ഗൈസ് മ്യൂസിയത്തിൽ വന്നിട്ട് ഇതെങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് ഗൈസ്. മിക്കവാറും ചാറ്റിനെ പിടിച്ച് അവരെടുക്കും. ഉണ്ണിക്കരടി, തേൻ കരടി. ഏത് തേനുണ്ടോ ചേട്ടാ? ഇതിന് തേനുണ്ടോ? തേന് തിന്നുന്ന കരടിയാണോ? തേൻ തിന്നുമോ? അച്ഛൻ നമ്മള് കണ്ട ഇവിടെ എവിടെ ഇരിക്കും? പൊട്ടാമസാണ് വെള്ളത്തിൽ സൂക്ഷിച്ച് കിടക്കുക.
നിങ്ങൾക്ക് ഉറക്കം കാണുമ്പോൾ പോകുന്നു. വീഡിയോ ഡ്രസ്സ് ഓടി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. കൊടുത്തില്ല ഈ സിമെന്റ് മണ്ണാണ്. ഇതിനുള്ള രാത്രി ഉറക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പാമ്പിന്റെ സ്ഥലം. നമുക്ക് പാമ്പിന്റെ സ്ഥലം
ഒന്നും അറിയാത്ത പോലെ നടക്കുകയാണ്. പാമ്പിനെ കണ്ടോ? ഇത്ര നേരം പാമ്പ് കണ്ടോ നീ പാമ്പിനോ? ക്യാമറമാൻ സരിതനോടൊപ്പം നമ്മൾ അവരെവിടെ ഫേമസ്